പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ 7:37 യേശു പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അത് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെയാണ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത്. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റി ആണ്. നാം ജീവിക്കുന്ന ഈ യുഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ യുഗമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ദൈവപുത്രനായ യേശുവിൻ്റെ മനുഷ്യാവതാരവും 30 വർഷത്തെ രഹസ്യ ജീവിതവും 3 വർഷത്തെ പരസ്യ ജീവിതവും കഴിഞ്ഞ് മനുഷ്യരുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. ഉദ്ധാനം ചെയ്ത് സ്വർഗാരോപിതനായി പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുകയാണ്. പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4 യേശു ഒരു സമറിയക്കാരിയോട് ജലം ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന യേശു യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ വെള്ളം കോരാനായിട്ട് ഒരു സമറിയക്കാരി വരുന്നത്. സമറിയക്കാരിയോടാണ് യേശു ജലം ചോദിക്കുന്നത്. അപ്പോൾ സമറിയക്കാരി പറയുന്നത്, നീ ഒരു യഹൂദനായിരിക്കെ സമറിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നുവോ എന്നാണ്. യോഹന്നാൻ 4:10 യേശു പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന ജലം വെള്ളം കുടിക്കുന്നവനെ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെടുന്നത് ദൈവപുത്രനായ യേശുവാണെന്ന് അവൾക്ക് വിശ്വാസം ഉണ്ടായപ്പോൾ അവളിൽ മാറ്റങ്ങൾ വന്നു. ലോകത്തോടുള്ള അവളുടെ ദാഹം ഇല്ലാതായി. നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മിലും പരിശുദ്ധാത്മാവ് വന്ന് നിറയും. നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു രൂപാന്തരീകരണം നമ്മിൽ നടക്കും. യോഹന്നാൻ 1:1 ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനങ്ങളിലുണ്ട്. ആ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പസ്തോല പ്രവർത്തനം 9 സാവൂളിൻ്റെ മാനസാന്തരം നാം കാണുന്നുണ്ട്. യേശുവിനെയും സഭയെയും പീഡിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന സാവൂൾ യാത്ര ചെയ്ത് സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു മിന്നൽ ഒളി അവൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നത്. അത് അവനിൽ ആന്തരികമായും ബാഹ്യമായും മാറ്റങ്ങൾ ഉണ്ടാക്കി. സാവൂളിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായിരുന്നു സാവൂൾ. അത് പ്രാവർത്തികമാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിനെ പീഡിപ്പിച്ചുകൊണ്ട് ജീവിച്ച സാവൂളിലേക്ക് പരിശുദ്ധാത്മാവ് മിന്നലൊളിയായിട്ട് വന്നു വീഴുകയാണ്. യേശു ദൈവപുത്രനാണെന്ന് അധികം താമസിയാതെ സിനഗോഗുകളിൽ അവൻ പ്രഘോഷിക്കാൻ തുടങ്ങി. സാവൂൾ വിശുദ്ധ പൗലോസായി മാറി. യോഹന്നാൻ 7:35 യേശു പറയുന്നു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ഇന്നും ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ആരെല്ലാം ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ അവരിലെല്ലാം പരിശുദ്ധാത്മാവിനെ വർഷിക്കാൻ ദൈവം സന്നദ്ധനാണ്. അവരിൽ നിന്നും തിന്മയുടെ ശക്തി വിട്ടുപോകും. വിശുദ്ധിയിലേക്ക് അവർ പ്രവേശിക്കും. അവർ ശക്തരായി മാറുകയും ചെയ്യും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമ 5:5 നാം കാണുന്നുണ്ട്,
ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമ്മിൽ വർഷിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനാണ് അനുദിനം നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.